ഹലോ, ഇതാണ് മൾബെറി. ബ്രസീലിയൻ മൾബെറി എന്നാണ് അറിയപ്പെടുന്നത്. അതല്ലെങ്കിൽ ബ്രസീലിയൻ ലോങ് മൾബെറി. പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഇത് നമ്മുടെ നാട്ടുകാരനല്ല. ഇതിൻ്റെ നേറ്റീവ് ബ്രസീലിലാണ്. എന്താ ഇപ്പം ചെയ്യണേന്നറിയോ? പ്രൂണിങ് ചെയ്യാണ്. മൾബെറി ഒരുപാടുണ്ടാവണമെങ്കിൽ നല്ലപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പ്രൂൺ ചെയ്യണ ഭാഗത്താണ് പിന്നീട് മൾബെറി കുലകുത്തി ഉണ്ടാകുന്നത്. നല്ലപോലെ പഴുത്ത മൾബെറി റെഡിഷ് ബ്രൗൺ കളറിലാണ്. ഇതധികം പഴുത്തിട്ടില്ല. എന്നിട്ടും ഞാൻ തൊട്ടപ്പോൾ തന്നെ അത് താഴെ വീണു. ഇത് കണ്ടോ? നേരത്തെ പ്രൂൺ ചെയ്ത ഭാഗമാണിത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് മൾബെറി ഉണ്ടായിട്ടുണ്ട്. മൾബെറി മാത്രമല്ല കേട്ടോ, മൾബെറിയുടെ കിളുന്ത ഇലയും നമ്മൾ ഉപയോഗിക്കും. തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ്. വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ ഹെൽത്തിയാണ്. മൾബെറിയിൽ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നിറയെ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഒപ്പം ജാം ഉണ്ടാക്കാനും നമുക്ക് മൾബെറി യൂസ് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് നല്ല സ്വീറ്റാണ്. ചെടിയിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ അധികം ലൈഫ് ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ പൊതുവേ കിട്ടാറില്ല.